2 മണിയായല്ലോ, ഞാൻ മറന്നുപോയി. ചേച്ചാ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. ഓ, നല്ല വെയില. കുറച്ച് സൺസ്ക്രീൻ ഇടേ. കാറിൽ കയറി ഇപ്പൊ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വന്നതിന് വെയിലൊന്നും കൊള്ളുന്നില്ലല്ലോ. സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വെയിലത്ത് പോകുമ്പോൾ മാത്രമല്ല, ഇൻഡോർസ് ഉള്ളപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. അത് നമ്മളെ UV റേസിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി വർക്ക് ഫ്രം ഹോം ഉള്ളവരും ലാപ്ടോപ്പ് യൂസേജ് ഉള്ളവർക്കും ബ്ലൂ റേസിന്റെ കവറേജ് കൂടുതലുള്ള സൺസ്ക്രീൻസും അവൈലബിൾ ആണ്. അവരും സൺസ്ക്രീൻസ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. എന്റെ പൊന്ന് ജാസ്മിൻ, ഇത്ര പിശുക്ക് കാണിക്കാതെ. പിന്നെ ഇത് ഇച്ചിരി യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇതൊന്നും അധികം യൂസ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്കൊരു സാധാ മെഡിസിൻ പോലെയല്ല, അത് നമ്മളെ ഒരു മാസ്ക് പോലെ യുവിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ഫേസിന് 2 വിരൽ നീളത്തിൽ എടുക്കുന്നതാണ് നമ്മളെ ഒരു മാസ്ക്. അത്രയും ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് നമ്മുടെ ഫേസിന് മാത്രമായിട്ട്. നെക്കിന് അതുപോലെ 1 വിരൽ. അതാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് സൺസ്ക്രീൻ റിക്വയർഡ്. നമ്മളത് എപ്പോൾ യൂസ് ചെയ്യണം? ജസ്റ്റ് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ടല്ല നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. അതൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് മുമ്പേ നമ്മൾ അത് ഇടണം. എന്നാലേ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ആക്ട് ചെയ്ത് തുടങ്ങാനുള്ളൊരു ടൈം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അത് ഓഫർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 3 hours കഴിയുമ്പോഴത്തേക്ക് റീ ആപ്ലിക്കേഷൻ അഡ്വൈസ് ചെയ്യാം.